വെൽക്കം ടു 7 Day Miracles ചാനൽ. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ സമ്പത്ത് ഇതെല്ലാം നിങ്ങളിലേക്ക് ആകർഷിക്കാൻ കഴിയുമെന്നത് എത്ര വലിയ കാര്യമാണ്. എന്താ യഥാർത്ഥത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ? പലരും ഇതിനെ ഒരു അന്ധവിശ്വാസമായി കണക്കാക്കുന്നു. പക്ഷേ ഇതിന് പിന്നിൽ കൃത്യമായ ശാസ്ത്രീയമായ അടിത്തറയുണ്ട്. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ആകർഷണ നിയമം എന്താണെന്നും അത് എങ്ങനെ ശാസ്ത്രീയമായി പ്രവർത്തിക്കുന്നു എന്നുമാണ്. ആകർഷണ നിയമത്തിന്റെ അടിസ്ഥാന തത്വം വളരെ ലളിതമാണ്. സമാനമായതിനെ ആകർഷിക്കുന്നു. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നിങ്ങൾ ആകർഷിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലെ വികാരങ്ങളും ചിന്തകളുമാണ് നിങ്ങളുടെ ബാഹ്യമായ ജീവിത സാഹചര്യങ്ങളെ രൂപപ്പെടുത്തുന്നത്. നമ്മുടെ ബ്രെയിനിൽ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, അതായത് RAS എന്നൊരു ചെറിയ നാഡീവ്യൂഹമുണ്ട്. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമായ ദശലക്ഷക്കണക്കിന് വിവരങ്ങളെ ഫിൽട്ടർ ചെയ്യുന്നത് RAS ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു പുതിയ കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക. പെട്ടെന്ന് റോഡിൽ ആ പ്രത്യേക കാറുകൾ മാത്രം നിങ്ങൾ കൂടുതൽ കാണാൻ തുടങ്ങുന്നു. കാറുകളുടെ എണ്ണം കൂടിയത് കൊണ്ടല്ല അത്. നിങ്ങളുടെ RAS ഇപ്പോൾ ആ പ്രത്യേക വിവരത്തിന് മുൻഗണന നൽകാൻ തുടങ്ങിയതുകൊണ്ടാണ്. അതുപോലെ നിങ്ങൾ വിജയം, സമ്പത്ത് അല്ലെങ്കിൽ സന്തോഷം എന്നിവയെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ RAS അതിനനുസൃതമായ അവസരങ്ങളെയും ആളുകളെയും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തും. ബ്രെയിൻ മാറ്റങ്ങൾക്ക് വിധേയമാണ്. നമ്മൾ ചിന്തിക്കുന്ന രീതിക്കനുസരിച്ച് ബ്രെയിനിലെ ന്യൂറോൺസ് പുതിയ കണക്ഷനുകൾ ഉണ്ടാക്കും. നിങ്ങൾ ദിവസവും നെഗറ്റീവ് ചിന്തകൾ മാത്രം ചിന്തിക്കുമ്പോൾ ആ വഴികൾ തലച്ചോറിൽ ബലപ്പെടും. മറിച്ച് നിങ്ങൾ പോസിറ്റീവായ ചിന്തകളും ഗ്രാറ്റിറ്റ്യൂഡും പരിശീലിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ പുതിയ പോസിറ്റീവ് പാതകൾ നിർമ്മിക്കും. ഇതാണ് ലോ ഓഫ് അട്രാക്ഷന്റെ അടിസ്ഥാനം. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഊർജ്ജമാണ്, അതിൽ കൂടുതലൊന്നും അതിലില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള ആഗ്രഹത്തിന്റെ ഫ്രീക്വൻസിയിലേക്ക് നിങ്ങളെ തന്നെ ട്യൂൺ ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് ആ ആഗ്രഹം ലഭിക്കും. പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും ഊർജത്താൽ നിർമ്മിതമാണ്. മനുഷ്യന്റെ ചിന്തകൾക്കും വികാരങ്ങൾക്കും അതിൻ്റെതായ ഫ്രീക്വൻസികളുണ്ട്. ക്വാണ്ടം ഫിസിക്സിൽ കാണുന്നയാളുടെ സാന്നിധ്യം കണികളുടെ സ്വഭാവത്തെ മാറ്റും. അതുപോലെ നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണോ അവിടെ മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ ഉള്ളിൽ ഉയർന്ന ഊർജം, ഫോർ എക്സാമ്പിൾ സ്നേഹം, സന്തോഷം, സമൃദ്ധി എന്നിവ നിലനിർത്തുമ്പോൾ പ്രപഞ്ചം സമാനമായ ഊർജത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കും. ഇനി നമുക്ക് ഇതെങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് നോക്കാം. ഒന്ന്, ക്ലാരിറ്റി. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടത് എന്ന് കൃത്യമായി എഴുതി തയ്യാറാക്കുക. 2, വിഷ്വലൈസേഷൻ. നിങ്ങളുടെ ലക്ഷ്യം ഇതിനകം തന്നെ നേടിയതുപോലെ ദിവസവും കുറഞ്ഞത് 10 മിനിറ്റ് കണ്ണുകൾ അടച്ച് സങ്കല്പിക്കുക. 3, ഗ്രാറ്റിറ്റ്യൂഡ്. ഇപ്പോൾ നിങ്ങളുടെ പക്കലുള്ള കാര്യങ്ങളെ ഓർത്ത് നന്ദിയുള്ളവരായിരിക്കുക. ഇത് നിങ്ങളുടെ ഊർജത്തെ ഉയർത്തും. 4, ആക്ഷൻ. കേവലം ചിന്തിച്ചാൽ മാത്രം പോരാ, അവസരങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കണം. 5, സറണ്ടർ. ആഗ്രഹങ്ങൾ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. അമിതമായ ടെൻഷൻ ഒഴിവാക്കുക. ഇത്രയും നേരം നമ്മൾ ആകർഷണ നിയമത്തിന്റെ ശാസ്ത്രീയമായ വശങ്ങളാണ് കണ്ടത്. എന്നാൽ ഇനിയും ഇതിൽ നമ്മൾ അറിയാത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ട്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെ നിയന്ത്രിക്കാം, പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മമായ ഊർജത്തെ എങ്ങനെ നമുക്ക് അനുകൂലമാക്കാം എന്നതിനെക്കുറിച്ചൊക്കെ ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ കൂടുതൽ ആഴത്തിൽ ചർച്ച ചെയ്യും. അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആ ബെൽ ഐക്കൺ കൂടി അമർത്തുക. അടുത്ത വീഡിയോ വളരെ ഉടൻ തന്നെ നിങ്ങളുടെ മുന്നിലെത്തും. അതുവരെ ബി പോസിറ്റീവ്, ബി ഹാപ്പി ആൻഡ് അക്സെപ്റ്റ് ദി മിറക്കിൾസ് റൈറ്റ് നൗ.